ാത്തവരുണ്ട്, എന്നാൽ കടം പേടിച്ചിട്ട് വേദനപ്പെടുന്നവരുമുണ്ട്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ പൈസ കടം വാങ്ങിയിട്ട് കൊടുക്കാനില്ല, അവന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കാനില്ല എങ്കിലും ഓരോ രാത്രിയും പടച്ചവനെ എനിക്ക് കടവുണ്ടല്ലോ മരിക്കുന്നതിന് മുമ്പ് ഇത് കൊടുക്കണമല്ലോ എന്ന് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവന്റെ കടം അള്ളാഹു വീട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാനിപ്പോൾ ഷാജിക്കാടെ കയ്യിൽ നിന്ന് 50,000 രൂപ കടം വാങ്ങി. പക്ഷെ അദ്ദേഹം ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. എങ്കിലും ഓരോ രാത്രിയും ഞാൻ ചിന്തിക്കും, അള്ളാഹു എനിക്ക് കടവുണ്ടല്ലോ അല്ലാ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് അത് കൊടുക്കണമല്ലോ അല്ലാ എന്ന ഒരു ചിന്തയും ആഗ്രഹവും എനിക്കുണ്ടെങ്കിൽ എൻ്റെ കടം ആര് വിട്ടും? ഉറക്കപ്പറ, എന്താ മടിയണ്ട? ആര് വിട്ടും? അള്ളാഹു വീട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ അള്ളാഹ് നേരിട്ട് വന്ന് ഇറക്കുന്നല്ല, അതിനുള്ള വഴി അള്ളാഹ് എന്നെ തുറന്നു തരും. എന്നാൽ എൻ്റെ കയ്യിൽ എനിക്ക് കടമുണ്ട്, അദ്ദേഹത്തിന് പൈസ കൊടുക്കേണ്ട കടം എനിക്കുണ്ട്, എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട്, എന്നാലും ഞാൻ കൊടുക്കൂല എങ്കിൽ അള്ളാഹു പറയുകയാ, കയ്യിൽ പൈസ ഉണ്ടായിട്ടും കടം മേടിച്ചവന്റെ പൈസ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ അള്ളാഹ് നിന്നെ ഉരുക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാത്തതിന്റെ പേരിൽ നിന്റെ സമ്പാദ്യം മുഴുവനും അള്ളാഹു നശിപ്പിച്ചു കളയും സഹോദരാ. അള്ളാഹു നിന്റെ സമ്പാദ്യം മുഴുവനും നശിപ്പിച്ചു കളയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഹക്കടപാടുകൾ നിങ്ങൾ വീട്ടണേ, മരിക്കുന്നതിന് മുമ്പ് ഹക്കടപാടുകൾ തീർക്കണേ. ഇല്ലെങ്കിൽ പടച്ച റബ്ബേ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് വിദൂരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഏത് കാര്യം ചെയ്താലും അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്, ഇഖ്ലാസാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും നാം വേറെ ഒന്നും ചിന്തിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്റെ ഉസ്താദ്, സദക്ക കൊടുക്കുന്നതിലൂടെ നമുക്കുള്ള നേട്ടം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്സദഖത്തു റത്തുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക കൊടുത്താൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറയാ. അല്ലാഹു സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുനാവലത്തുൽ മിസ്കീൻ തഖീമീതതു സൂ. പടച്ചവനെ, സദക്ക കൊടുക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇരിക്കുന്ന ഓരോ ഈമാനുള്ള മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? പണക്കാരനാകണമെന്നല്ല, കൊട്ടാരങ്ങൾ പണിയണമെന്നല്ല, ഒരുപാട് കൊല്ലം ജീവിക്കണമെന്നല്ല. എന്റെയും നിങ്ങളുടെയും ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി മരിക്കണമെന്നാണ്. ഈമാനോടുകൂടി മരിക്കണമെന്നാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബാ, സദഖ കൊടുക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹു മോശമായ മരണത്തിനെ തൊട്ട് കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചവനെ, ഒരു തുണ്ട് കയറെടുത്ത് ഫാനിൽ കെട്ടിയിട്ട് തൂങ്ങിച്ചാകുന്നവരുണ്ടല്ലോ, നരമ്പ് മുറിക്കുന്നവരുണ്ടല്ലോ, ട്രെയിൻ പാളത്തിലെടുത്ത് ചാടുന്നവരുണ്ടല്ലോ, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാകുന്നവരുണ്ടല്ലോ, നരമ്പ് മുറിച്ച് കളയുന്നവരുണ്ടല്ലോ, വിഷമടിച്ച് ചാകുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ സഹോദരാ, തൂങ്ങി മരിച്ച ഒരു മനുഷ്യന് സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പടച്ചവനെ,
പായസമടിച്ച് ആത്മഹത്യ ചെയ്തവന് സ്വർഗത്തിലാണെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം അത് നിരോധിച്ച കാര്യമല്ലേ? അല്ലാഹുവല്ലേ ആയുസ് എടുക്കുന്നത്. റബ്ബ് തന്ന ആയുസ് സ്വന്തം കളയാൻ നമുക്ക് അവകാശമില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, സദഖ കൊടുക്കുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു മോശമായ മരണം തരൂല. ഈമാനുള്ള മരണമാണ് അല്ലാഹു നൽകുന്നത്. മരിക്കുന്ന സമയത്ത് നീ ചെയ്ത സദഖയുടെ പ്രതിഫലം കണ്ടിട്ട് നീ മരിക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചങ്ങാതി, സദഖ കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം നിനക്ക് മോശമായ മരണത്തിനെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആത്മഹത്യ ചെയ്യുക അല്ലേ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് മോശമായ മരണത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയത് പാവങ്ങൾക്ക് കൊടുക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്ക്, പള്ളികൾക്ക് വേണ്ടി കൊടുക്ക്, മദ്രസകൾക്ക് വേണ്ടി കൊടുക്ക്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എല്ലാ സദഖകളും ചെയ്യണം. ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പൊ ഇന്നത്തെ ഈ വയല് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർണാടകയിൽ മംഗലാപുരത്ത് വെളുത്തങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വലിയ ഒരു നാടൊന്നുമല്ല, ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഒരു ചെറിയൊരു സ്ഥാപനം, അവിടെ ദഅ്വാ കോളേജുമുള്ള സഹോദരങ്ങളെ. അപ്പോൾ ഈ മംഗലാപുരത്ത് ഇന്നത്തെ പരിപാടി അവരുടെ സ്പോൺസറാണ്. മംഗലാപുരത്ത് വെളുത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്ഥാപനം, 60 വിദ്യാർത്ഥികൾ. ഞാനവിടെ പോയിട്ടുണ്ട്. ഒരു ചെറിയൊരു പള്ളി, ആ ഒരു ചെറിയ പള്ളിക്കകത്ത് പഠിക്കാനുള്ള സൗകര്യവും മറ്റൊന്നുമില്ല. അപ്പൊ വിദേശത്തുള്ളവരും നാട്ടുകാരെല്ലാവരും കൂടെ ഒരു സഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബിൽഡിങ്ങിന്റെ പണി തുടങ്ങി. ഈ സാധനം വന്നപ്പോൾ ഇപ്പൊ എല്ലാം പോയില്ലേ. ഒരു കൊറോണ വന്നപ്പോൾ എല്ലാവരും അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. അതുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പാണ്. അതുകൊണ്ട് ലൈവ് കേൾക്കുന്നവർക്കൊക്കെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക. അള്ളാഹു നിങ്ങളുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കി തരും. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നാളെ യാത്ര പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തുകൾ നാളെ രാവിലെ യാത്ര പോകുകയാണ്. യാത്ര പോകുമ്പോ അങ്ങയുടെ മുന്നിൽ സഹാബത്ത് യാത്ര പറയാൻ വരുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ നല്ലതുപോലെ യാത്രയാക്കിക്കോ നബിയേ. ഇനി തിരിച്ചു വരില്ല നബിയേ. ഇത് അവസാന യാത്രയാണ്. അതുകൊണ്ട് പോകുമ്പോ നല്ലതുപോലെ വിട്ടോ. ഇനി ജീവനോടെ തിരിച്ചു കാണാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ, സുബഹി നമസ്കാരം കഴിഞ്ഞു, ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു, സഹാബത്ത് മുഴുവനും പള്ളിയിൽ വന്ന് നമസ്കരിച്ചു. അത് കഴിഞ്ഞ് സഹാബത്ത് യാത്ര തുടങ്ങുകയാണ്. ഓരോരുത്തരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് യാത്ര പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ യാത്ര തുടങ്ങുകയാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് യാത്ര പറയുമ്പോ റസൂലുള്ളാഹിയുടെ കണ്ണങ്ങ് നിറയുകയാണ്. ഇനി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തിരിച്ചു വരില്ലല്ലോ. ഇത് അവസാന യാത്രയാണല്ലോ. ഇനി ജീവനോടെ കാണാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കയ്യിൽ പിടിച്ചു നടന്നു പോവുകയാണ്. അവസാനം വാഹനത്തിൽ കേറാ സമയമായപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി കെട്ടിയങ്ങ് പിടിക്കുകയാണ്. മുത്തുനബി അവിടെ നിന്ന് കെട്ടിപ്പിടിച്ചു. അവിടെ നിന്നൊരു ചുംബനം കൊടുക്കുകയാണ്. വല്ലാത്ത സ്നേഹം. റസൂലുള്ളാഹിയുടെ മുത്തുനബിയുടെ ഹൃദയത്തിന്റെ അകത്ത് വല്ലാത്ത ഒരു തേങ്ങല്. പ്രവാചകൻ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ, ഇതുവരെ ഇങ്ങനെയൊന്നുമില്ലല്ലോ നബിയേ. എന്തേ നബിയേ, എന്നെ വല്ലാതെ കെട്ടിപ്പിടിച്ച് ചുംബനം തരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. സഹാബത്ത് മുഴുവനും അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, തിരിച്ചു വരുമ്പോ അറിയാ സഹാബ,
പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും സ്വഹാബ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിൽ നിന്ന് നടന്നു പോവുകയാണ്. അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. റസൂലുള്ള കണ്ണു മറയുന്നത് വരെ നോക്കി നിൽക്കുകയാണ്. കാരണം ഇനി വരില്ലല്ലോ, ഇനി മയ്യത്തല്ലേ കൊണ്ടുവരത്തുള്ളൂ. അല്ലാഹുവേ, അവിടെ നിന്ന് യാത്ര പോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞോ, മാസങ്ങൾ കഴിഞ്ഞോ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ വല്ലാത്ത ഒരു ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ വല്ലാത്ത ഒരു ശബ്ദം കേൾക്കുകയാണ്. മുത്തുനബി ചോദിച്ചു, സ്വഹാബ, എന്തേ ശബ്ദം കേൾക്കുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും തന്റെ സ്വഹാബത്തും വന്നിരിക്കുന്നതിന്റെ അടയാളമാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദ് നബവിയിലേക്ക് കടന്നു വന്ന്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്ന് സലാം പറയുകയാണ്. പ്രവാചകനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. കാരണം ജിബ്രീലാ പറഞ്ഞത്, ഈ സഹാബിയുടെ മയ്യത്തെ കൊണ്ടുവരൂ, ഈ സഹാബിയുടെ മയ്യത്തെ കൊണ്ടുവരൂ, ജീവനോടെ തിരിച്ചു വരില്ല എന്ന് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്ന് പറഞ്ഞു കൊടുത്തത്. പിന്നെ എങ്ങനാ തമ്പുരാര്, എന്റെ സ്വഹാബി എങ്ങനെയാണ് തിരിച്ചു വന്നത്? അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാ. അവിടെ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാ. പള്ളികൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി, യതീംഖാനകൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സദഖ കൊടുക്കുന്ന മനുഷ്യ, ഇത് നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട ചരിത്രമാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറയുന്ന, മുത്തുനബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സ്വഹാബത്ത് മുഴുവനും യാത്ര തുടങ്ങുകയാണ്. വല്ലാത്ത ദൈർഘ്യമുള്ള യാത്രയായിരുന്നു. അവസാനം എല്ലാവരും ക്ഷീണിതനായി. അവസാനം ഒരു സ്ഥലത്ത് നിന്നപ്പോ എല്ലാവരും വല്ലാതെ തളർന്നപ്പോ എല്ലാവരും റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അവസാനം സ്വഹാബികളുണ്ടല്ലോ, ഭക്ഷണങ്ങൾ മുഴുവനും കണ്ട ഒരു വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ചോദിക്കുന്ന ഉമ്മ, ആ വീട്ടിലൊരു പ്രായമുള്ള ഉമ്മയാണ്. ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഞങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളാ, ഞങ്ങൾ യാത്ര ചെയ്തു വല്ലാത്ത ക്ഷീണത്തിലാണ്, ഞങ്ങൾക്കൊന്ന് ഭക്ഷണം വെച്ച് തരുമോ ഉമ്മ? സഹാബത്ത് എന്ന് ചോദിക്കുമ്പോ മുത്തുനബിയുടെ സഹാബികളാണല്ലോ. ഉമ്മ പറഞ്ഞു, ഞാൻ ഭക്ഷണം വെച്ച് തരാ. എല്ലാവരും വിശ്രമിച്ചു കഴിഞ്ഞ് അവസാനം നോക്കുമ്പോ എല്ലാവരുടെ മുന്നിലും കഴിക്കാൻ അതാ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവരും അവിടെ ഉറക്കത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ, പടച്ചവനെ, മനോഹരമായ ഭക്ഷണം ഈ ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഭക്ഷണം കണ്ടപ്പോ സഹാബത്ത് പറയുകയാണ്, ആ വീട്ടിൽ ഉമ്മ മാത്രമല്ല ഉള്ളത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറഞ്ഞു, ആ വീട്ടിൽ പ്രായമുള്ള ഉമ്മ മാത്രമല്ല ഉള്ളത്, വേറെ ആരോ ഉണ്ട്. ഇത്രയും ഭക്ഷണം ആ ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് വെക്കാൻ കഴിയില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ ഉമ്മ? ഇത്രയും ഭക്ഷണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വെക്കാൻ കഴിയില്ലല്ലോ ഉമ്മ. ആ ഉമ്മ പറഞ്ഞു, ഞാൻ മാത്രമല്ല ഈ വീടിന്റെ അകത്തുള്ളത്, എനിക്ക് 2 പെൺമക്കളുണ്ട്. ഒരുപാട് പ്രായം ചെന്ന യതീമീങ്ങളായ 2 പെൺകുട്ടികളുണ്ട്. അവരെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, ഒരാളും സഹായിക്കുന്നില്ല. ഒരുപാട് പേരുടെ മുന്നിൽ പോയി ഞാൻ കൈനീട്ടി. എൻ്റെ പൊന്നുമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എൻ്റെ ഭർത്താവില്ലല്ലോ, എൻ്റെ മക്കൾ യതീമാണല്ലോ. അതുകൊണ്ട് എൻ്റെ പൊന്നാര മക്കള്, നിങ്ങൾ ഇവിടെ വന്ന് റസൂലുള്ളാഹിയുടെ സഹാബിയാണെന്ന് പറഞ്ഞപ്പോ എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന് ഭക്ഷണം വെച്ച് കൊടുത്ത ആ കൊടുത്തതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു നല്ല ജീവിതം തരുമല്ലോ. യതീമായ മക്കൾ പറയുകയാ,
ഒരുപാട് പ്രായം ചെന്ന യതീമായ മക്കള് പറഞ്ഞു, ഉമ്മ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന് ഭക്ഷണം വെച്ചു കൊടുത്തതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും അള്ളാഹു ഞങ്ങൾക്കൊരു ജീവിതം നൽകിയാലോ. ആ ഉമ്മയങ്ങ് പറയുമ്പോ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു കരയുകയാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു കരയുകയാ. എന്നിട്ട് തന്റെ മുന്നിലിരിക്കുന്ന സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ, ആരായി പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത്? നിങ്ങളിൽ ആരാണ് ഈ യതീമായ 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത്? ആര് വിവാഹം കഴിച്ചാലും നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ തരാ. എന്റെ സമ്പാദ്യം മുഴുവൻ വേണമെങ്കിലും ഈ 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നവർക്ക് തരാ. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ചവനെ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ 2 സ്വഹാബികൾ പറഞ്ഞു, ഞങ്ങൾ വിവാഹം കഴിക്കാ. എന്റെ പ്രിയമുള്ളവരെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെയായ യതീമായ 2 പെൺമക്കളുടെ വിവാഹം നടത്തി കൊടുത്തു. ആ 2 യതീമായ പെൺമക്കളുടെ കല്യാണം നടത്തി കൊടുത്തു. അല്ലാഹുവേ, ആ മക്കള് 2 പേരും കല്യാണം കഴിഞ്ഞപ്പോ ഓടിച്ചെന്ന് ഒളുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് തന്റെ 2 കരങ്ങൾ ഉയർത്തിയിട്ട് ആ യതീമായ മക്കള് ദുആ ചെയ്തു, അല്ലാ, ഞങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്ത ഈ മനുഷ്യന് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ മക്കൾ ആ വീട്ടിൽ ഇങ്ങനെ നിന്ന് ദുആ ചെയ്യുന്ന സമയത്താ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഈ 2 യതീമായ മക്കൾ ദുആ ചെയ്യുന്നത്, നാഥാ, ഞങ്ങളുടെ വിവാഹം നടത്തിക്കൊടുത്ത മനുഷ്യന് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ മക്കളുടെ ദുആ അങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോ അല്ലാഹു വിളിക്കുന്നു, അസ്റായീലേ, റൂഹ് പിടിക്കണ്ട അസ്റായീലേ, ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുന്നു അസ്റായീലേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സദഖ ചെയ്താ കിട്ടുന്ന പ്രതിഫലമാ.